ഹലോ മക്കളെ, അപ്പോൾ പലർക്കും ഈ വർഷം പലർക്കും സംഭവിക്കാൻ പോകുന്ന മൂന്ന് മിസ്റ്റേക്സ്. അത് എന്താ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. റെഡി? അത് കൃത്യമായി മകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരുപാട് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഒരുപാട് മാർക്കും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. റെഡി? അത് ഓരോന്നും ഏതാണെന്നതാ നിങ്ങൾ തന്നെ നോക്കിക്കോ. ഒന്നാമത്തെ കാര്യമാണ് അണ്ടർസ്റ്റിമേറ്റിംഗ് സിലബസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ ബാച്ച് ഓറിയന്റേഷനിലായാലും ക്ലാസ്സുകളിലായാലും കൃത്യമായി നമ്മൾ മക്കളോട് പറയുന്ന കാര്യമാണ്, ഓരോ സിലബസ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സും എപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ഓരോ കാര്യങ്ങളും എന്നായിട്ട് പഠിച്ച് തീർക്കണം. അല്ലെ? ഒരു എക്സാമിന് മുൻപ് നമ്മൾ ഏതെല്ലാം കൃത്യമായി പഠിച്ചിരിക്കണം എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഈ സിലബസ് നിങ്ങളുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സിലബസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത്, ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് ടീച്ചേഴ്സിൻ്റെ എത്ര ഓരോന്നും പഠിച്ച് തീർക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഓരോ ടീച്ചേഴ്സിനും എത്ര ടൈം ഉണ്ട് എന്നുള്ളത് അവർ ആ സിലബസിന്റെ കൂടെ തരും. അത് ടീച്ചേഴ്സിനാണ്, അത് നിങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. പക്ഷെ അത് ഒരിക്കലും എന്തല്ല, നിങ്ങൾ പഠിച്ചു തീർക്കേണ്ട ടൈമല്ല. റെഡി? പക്ഷെ നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത് അതേപോലെയാണോ? അല്ല, അത് പലർക്കും പല രീതിയിലുമായിരിക്കും തീർക്കേണ്ടി വരിക. പക്ഷെ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് പറഞ്ഞിട്ടുള്ളത്, സിലബസ് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം അതിനനുസരിച്ചാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. റെഡി? ഒരു എക്സാം എത്തുന്ന സമയത്ത്, ഇപ്പോൾ ഓണം എക്സാമിന്റെ കേസ് എടുത്താൽ ഓണം എക്സാം എത്തുന്നതിന് മുൻപ് നിങ്ങൾ ഏതെല്ലാം പഠിച്ചു തീർക്കണം. അത് ചുമ്മാ വായിക്കുക എന്നുള്ളതല്ലോ, പഠിക്കുക എന്നതാണ്. കൃത്യമായിട്ട് ഒരു ഡൗട്ടും കാര്യങ്ങളും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെഡി? അത് നിങ്ങൾ പലരും ചെയ്യുന്നില്ല. സിലബസിനെ നിങ്ങൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ല. റെഡി? അതൊരു എക്സാമിന്റെ ടൈമൊക്കെ ആകുമ്പോഴേക്ക് തീർത്താൽ പോരെ എന്നുള്ള മൈൻഡിൽ പലരും ഇരിക്കും. അങ്ങനെയല്ല. എക്സാമിന്റെ ടൈം ആകുമ്പോഴേക്കും നമ്മൾ പഠിച്ചിരിക്കണം. എക്സാമിന്റെ ടൈമിന്റെ ആ ഒരു അടുത്ത് നമ്മൾ പഠിക്കുകയല്ല ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാണ് വേണ്ടത്. സോ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്ക്. കൃത്യമായിട്ട് എക്സാമിന്റെ നമ്മൾ ഈ വർഷം പോകുന്നത് എങ്ങനെയാ, എക്സാമിന്റെ 1 മന്ത്, ഒരു മാസം മുൻപ് നമ്മൾ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓണം എക്സാം ആയാലും ക്രിസ്മസ് എക്സാം ആയാലും എല്ലാം. റെഡി? അപ്പൊ ആ ഒരു 1 മന്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവിഷനുള്ള ടൈമാണ്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക, അതിനുള്ള ടൈമാണ്. അല്ലാതെ ആ മാസം കൂടി ഇരുന്നുണ്ടാക്കുക പഠിക്കുകയല്ല, പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ല, പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്ക്. പലരും അത് ചെയ്യാറില്ല. ഈ വർഷം നിങ്ങൾ അത് ഫോളോ ചെയ്ത് നോക്കണം. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. ഓണം എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഏകദേശം ഓഗസ്റ്റ് പകുതി ആയിരിക്കും. അതിന് മുൻപ് അതായത് ജൂലൈ പകുതി ആകുമ്പോഴേക്കും നിങ്ങൾ തീർക്കണം. കൃത്യമായി പഠിച്ചു തീർക്കണം നമ്മുടെ സിലബസുകൾ, ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ബാച്ചിൽ അത് കംപ്ലീറ്റ് പക്കാന്ന് തീർക്കും. നിങ്ങൾക്ക് ആ ഒരു 1 മന്ത് എന്ന് പറയുന്നത് റിവിഷൻ ടൈം ആയിരിക്കും. റെഡി? അതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് നമുക്ക് റോങ് സ്റ്റഡി മെത്തേഡാണ്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത്. എങ്ങനെ പഠിക്കുന്നു, നിങ്ങൾ എത്രത്തോളം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുന്നു. ജസ്റ്റ് വായിച്ചു പോവുകയാണോ, അല്ലെങ്കിൽ ജസ്റ്റ് പഠിക്കാനിരിക്കുന്നു? പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് കാണുക, അത് വായിച്ചു പോവുക, അല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക എന്നതാണോ? അല്ല. ആ കോൺസെപ്റ്റ് എത്രത്തോളം പെർഫെക്റ്റ് ആയി നിങ്ങൾ മനസ്സിലാക്കുന്നു, അതാണ് പഠിക്കുക. അങ്ങനെയാണ് പഠിക്കുക. റെഡി? ഒരു ഡൗട്ടും കാര്യങ്ങളും ഇല്ലാതെ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങളിപ്പോൾ ബൈ ഹാർട്ട് പഠിച്ചു, അല്ലെ? എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ബൈ ഹാർട്ട് പഠിച്ചു പോയി. പക്ഷേ എക്സാമിന് നിങ്ങൾക്ക് അത് അതേപോലെ തന്നെയാണ് ചോദിക്കുക. അല്ല, ഇപ്പോഴുള്ള എക്സാമുകൾ എങ്ങനെയാണ്? ഓരോ വർഷവും എക്സാം ടഫാകുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു കോൺസെപ്റ്റ് മക്കൾ എത്രത്തോളം പെർഫെക്റ്റ് ആയി മനസ്സിലാക്കി എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾ ആ കാര്യം പഠിച്ചോ എന്നല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ടെക്സ്റ്റ് തന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുത്ത് ടീച്ചേഴ്സ് തന്നിട്ടുള്ള ആ കാര്യം നിങ്ങൾ ഡയറക്റ്റ്ലി പഠിച്ചോ, അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചോ എന്നല്ല അവർ എക്സാമിനോട് ചെക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എത്രത്തോളം മക്കൾക്ക് പെർഫെക്റ്റ് ആയി മനസ്സിലാക്കി, കൃത്യമായി മനസ്സിലാക്കി, അതാണ് ചെക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ പഠിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. ഓരോ കാര്യം പഠിക്കുകയാണെങ്കിലും അത് അത്രത്തോളം ആ ഒരു കോൺസെപ്റ്റ് അത്രത്തോളം മനസ്സിലാക്കി പഠിക്കുക, അല്ലാതെ ബൈ ഹാർട്ട് പഠിക്കുക എന്നൊന്നും അല്ല. റെഡി? അത് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. പലരും നന്നായിട്ട് ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞു, അതവിടെ കഴിഞ്ഞു. പക്ഷേ ബൈ ഹാർട്ട് പഠിച്ചു പോയി കഴിഞ്ഞിട്ട് നമ്മൾ അതേപോലെ എഴുതി വെക്കുന്നതാണോ എക്സാം, അല്ലെങ്കിൽ അതേപോലെയാണോ എക്സാമിന് എഴുതുക? അങ്ങനെയല്ല, ഒരിക്കലും അത് അങ്ങനെയല്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ആ കാര്യം
അത് നമ്മളെന്താ ബൈ ഹാർട്ട് നമ്മൾ സെയിം പഠിച്ച അത് സെയിം കാര്യങ്ങളുടെ അടുത്ത് ഇതാണല്ല. അത് നമ്മളെന്താ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. സോ ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് എത്രത്തോളം അറിയാമെന്ന് നോക്കുന്ന രീതിയിലാണ് ഓരോ വർഷവും ഈ അടുത്ത് വരുന്നത്. അതുകൊണ്ടാണ് എന്താക്കുന്നത് ഈ ഓരോ വർഷവും എക്സാം ടഫായി വരുന്നത്. അവർ ചെക്ക് ചെയ്യുന്നത് കൺസെപ്റ്റ് നോളജ് ആണ്, അല്ലാതെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സ്റ്റഡി മെത്തേഡിനെ കുറിച്ച്. തേർഡ് സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ്. പലരും വിചാരിക്കും പല സബ്ജക്റ്റുകളും ഇതെനിക്ക് സിമ്പിളാണ്, ഇത് ഞാൻ പെട്ടെന്ന് പഠിച്ചു കഴിയും, അതുകൊണ്ട് അത് ഞാൻ എക്സാമിനോട് അടുപ്പിച്ചേ പഠിക്കുള്ളൂ, അവിടെ കിടക്കട്ടെ. തെറ്റാണ്, ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് സിമ്പിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അത് പഠിക്കാൻ സിമ്പിൾ എന്നാണ് മീനിങ്. അല്ലാതെ ഒരിക്കലും എന്തല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാം എഴുതാൻ സിമ്പിൾ എന്നല്ല അതിന്റെ മീനിങ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ എക്സാമിനോട് അടുപ്പിച്ച് മാറ്റി വെക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അത് ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് ഓക്കെ നിങ്ങൾക്ക് എന്താ മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്ന അത്ര ടൈം ഹെൽപ്പതിന് വേണ്ടിയല്ല. ഓക്കെ ടൈം കുറച്ചു കൊടുത്തിട്ട് ഇപ്പൊ തന്നെ പഠിക്കണം, ഈ ടൈമിൽ തന്നെ പഠിച്ചു പോകണം. എക്സാമിനോട് അടുപ്പിച്ച് വെക്കുക എന്ന് പറയുന്ന ആ കാര്യം മാറ്റി വെക്കുക. സബ്ജക്റ്റ് ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതായത് നിങ്ങൾ ടഫുള്ള നിങ്ങൾ കൂടുതൽ ടൈം കൊടുക്കും, എന്നിട്ട് അവസാനം എക്സാം വരുന്ന സമയത്ത് ആ ടഫ് സബ്ജക്റ്റ് ചിലപ്പോൾ സിമ്പിൾ അങ്ങനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾക്ക് സിമ്പിൾ എന്ന് വിചാരിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് ടഫായിട്ട് ക്വസ്റ്റ്യൻ വരിക, അയ്യോ പെട്ട് കുടുങ്ങി. സംഭവിക്കും, അങ്ങനെയാണ് പലർക്കും സംഭവിക്കുന്ന മിസ്റ്റേക്കാണ്, പലർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് ഇതാണ് നമുക്ക് എന്താക്കേണ്ടത്, മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട 3 പോയിന്റുകൾ. എടി ഇത് പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. നമ്മൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഇങ്ങനത്തെ കുറേ മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യും. എടി അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഫില്ല് ചെയ്തിട്ട് പോവുക. ഒരിക്കലും ഒരു എക്സാമിനോട് അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ. ഇതൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുക. എക്സാമിനോട് അടുത്ത് നമുക്ക് ഒരു കാര്യവും നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേക്ക് വരാൻ പാടില്ല. നമുക്ക് പഠിക്കുക, കൃത്യമായി നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, മാർക്ക് വാങ്ങുക, ആ ഒരു കാര്യം മാത്രമേ നമ്മളെ മനസ്സിൽ ആ ടൈമിലുണ്ടാവും. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന ടൈമിലേ പറയുന്നത്. വ്യക്തമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക. +2 ആയാലും +1 ആയാലും എല്ലാം എന്താണെന്ന് തന്നെ ആയാലും നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. നല്ല മാർക്ക് വേണം. ഓക്കെ റെഡി, നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.